അതിരാവിലെ സൂര്യനമസ്കാരത്തിന് ഗംഗാനദിയിൽ മുങ്ങിയ അർജുനന്റെ കാലിൽ ആരോ പിടിച്ചു വലിക്കുന്നതായി അനുഭവപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അർജുനൻ മുങ്ങിപ്പോയി. കണ്ണു തുറന്ന അർജുനൻ കാണുന്നത് നാഗലോകവും സർവാലങ്കാര വിഭൂഷിതയായ സുന്ദരിയായ നാഗകന്യയെയുമാണ്. ബോധം വീണ്ടെടുത്ത അർജുനൻ, "നീ ആരാണ്? എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്?" എന്ന് ചോദിച്ചു. ഉലൂബി താൻ ആരാണെന്നും ഏത് കുലത്തിലാണെന്നുമെല്ലാം അർജുനനോട് പറഞ്ഞു. അർജുനനെ ബലി നൽകാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്നും പറഞ്ഞു. ഇത് കേട്ട് അർജുനൻ വളരെ ശാന്തനായി താൻ ചെയ്ത അപരാധം എന്താണ് എന്ന് ചോദിച്ചു. കൗരവ്യൻ പറഞ്ഞു, അർജുനൻ നാഗശത്രുവായതിനാലാണ് ബലി കൊടുക്കുന്നത് എന്ന്. ഇത് കേട്ട് അർജുനൻ വളരെ വിനയത്തോടെ ഇങ്ങനെ പറഞ്ഞു, "ഞാൻ നാഗങ്ങളുടെ ശത്രുവല്ല, മറിച്ച് ബന്ധുവാണ്. എൻ്റെ മുത്തശ്ശി മരീഷ നാഗശ്രേഷ്ഠൻ ആര്യകൻ്റെ മകളാണ്. താൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണെന്നും ഞങ്ങൾ 5 സഹോദരന്മാർക്കും ഒരു പത്നിയാണെന്നും അവളുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിച്ചുവെന്നും അർജുനൻ അറിയിച്ചു. ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കാൻ കുറച്ച് നാഗങ്ങളെ വനത്തിലേക്ക് പറഞ്ഞുവിട്ടെന്നും അനാവശ്യമായി ഒരു നാഗത്തെയും ഞാൻ കൊന്നിട്ടില്ല എന്നും വിനയപൂർവ്വം കൗരവ്യനോട് അറിയിച്ചു. അങ്ങനെ അർജുനൻ സാത്വികനാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. സമയം വൈകാതെ ഉലൂബി തൻ്റെ പ്രണയാഭ്യർത്ഥന അർജുനനെ അറിയിച്ചു. അർജുനൻ ഉലൂബിയുമായുള്ള വിവാഹത്തിന് സമ്മതമല്ല എന്ന് അറിയിച്ചു. അതീവ ബുദ്ധിമതിയും അനുനയ പാഠവുമുള്ളവളുമായ ഉലൂബി താനിപ്പോൾ അർജുനന്റെ ശരണാഗതിയാണെന്നും ശരണാഗതിയെ സംരക്ഷിക്കുക എന്നത് ക്ഷത്രിയ ധർമ്മമാണെന്നും പറഞ്ഞു. തന്നെ ഭാര്യയായി സ്വീകരിച്ചില്ലെങ്കിൽ തനിക്കൊരു ജീവിതമില്ലെന്നും ഉലൂബി തീർത്തു പറഞ്ഞു. ഒടുവിൽ ഉലൂബി തന്നെ വിജയിച്ചു. എല്ലാ വ്രതങ്ങളും പൂർത്തിയാക്കി അർജുനൻ നാഗലോകത്തിൽ വെച്ച് ആചാരാനുഷ്ഠാന പ്രകാരം ഉലൂബിയെ വിവാഹം ചെയ്തു.